പ്രത്യാശയുടെയും സഹനത്തിൻ്റെയും സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഉയിർപ്പിൻ്റെ പ്രത്യാശയിലാണ് വിശ്വാസികളെല്ലാവരും. അർദ്ധരാത്രി മുതൽ തന്നെ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് രശ്മി കാർത്തിക, കൊച്ചി പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്ന് ദിസ്ന സുരേഷ് എന്നിവരൊപ്പം ചെയ്യും. ആദ്യം രശ്മി കാർത്തികയിലേക്കാണ്. രശ്മി, അവിടെ എങ്ങനെ ഉയിർപ്പിൻ്റെ സന്തോഷം വിശ്വാസികൾ പങ്കുവയ്ക്കുന്നു? കൃഷ്ണരാജ്, ഞാനുള്ളത് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളാണ് നിലവിൽ നടക്കുന്നത്. ദിവ്യബലി ആരംഭിച്ചത് 7 മണിക്കാണ്. ഇന്നലെ രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്ററിനെ വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു. 50 ദിവസം നീണ്ട പ്രാർത്ഥന, ആ റോമാചരണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ഈസ്റ്റർ എത്തുന്നത്. ഈസ്റ്ററിൻ്റെ ഭാഗമായി എല്ലാ പള്ളികളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ എല്ലാ പള്ളികളിലും കുർബാനകളും ശുശ്രൂഷകളും തിരുകർമ്മങ്ങളും ദിവ്യബലിയുമൊക്കെ നടക്കാൻ ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് ദിവ്യബലി പ്രത്യേക പ്രാർത്ഥനയുമാണ് പാളയം പള്ളിയിൽ നടക്കുന്നത്. ഇന്ന് ക്രൈസ്തവ ഭവനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസം കൂടിയാണ്. ഗാഗുൽത്താ മലയിലെ കുരിശിൽ മരിച്ച യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ അനുസ്മരണയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈ ഈസ്റ്റർ ദിനത്തിൽ ആഘോഷിക്കുന്നത്. ഒരു പ്രത്യാശയുടെ സന്ദേശം കൂടിയാണ്. ഓരോ ഈസ്റ്റർ കാലവും എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെല്ലാം ഒരു ശുഭകരമായ ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ള വിശ്വാസം കൂടിയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഓശാനയോട് കൂടിയാണ് ക്രിസ്ത്യാനികൾ ഈ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നത്. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഒക്കെ കഴിഞ്ഞാണ് ഈസ്റ്റർ എത്തുന്നത്. ഇപ്പോൾ പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിലേക്ക് നിരവധി എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രത്യേക ദിവ്യബലിയിലും പ്രാർത്ഥനയിലുമൊക്കെ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്തെ മറ്റ് പള്ളികളിലും, അതായത് പാളയം പള്ളിക്ക് പുറമെ സെൻറ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിലും, അതോടൊപ്പം തന്നെ പേരൂർക്കട തെക്കൻ പരുമല പള്ളിയിലും, അതോടൊപ്പം വെട്ടുകാട് പള്ളികളിലും, PMGയിലെ ലൂർദ് കരോന പള്ളിയിലും ഒക്കെ തന്നെ പാളയം സെൻറ് ജോസഫ് കത്തീഡ്രൽ ഇവിടെല്ലാം തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയാണ്. അപ്പോൾ രാവിലെ തന്നെ വിശ്വാസികളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും എത്ര കഷ്ടകാലം ഉണ്ടായാലും, എത്ര സങ്കടകരമായ ദിവസങ്ങൾ ഉണ്ടായാലും അതിന് പിന്നീടൊരു നല്ല ദിവസം ഉണ്ടാകും. അത് ആ ഒരു സന്ദേശം കൂടിയാണ് ഈസ്റ്റർ പകർന്നു നൽകുന്നത്. ഏതായാലും പാളയം സെൻറ് ജോസഫ് കത്തീഡ്രൽ നിലവിൽ ദിവ്യബലി പ്രാർത്ഥനയും പുരോഗമിക്കുകയാണ്. കൃഷ്ണൻ, കൊച്ചി പൊറ്റക്കുടി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നിന്ന് ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, അവിടെ പ്രാർത്ഥനകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രാവിലെ ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകളും ഒപ്പം തന്നെ മറ്റു പ്രഭാഷണങ്ങളും അടക്കമുള്ള ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വലിയ പ്രത്യാശയുടെയും നന്മയുടെയും എല്ലാം പ്രതീകമായി ഈ ഈസ്റ്റർ ക്രൈസ്തവ വിശ്വാസികൾ വലിയ ഒരു ആഘോഷത്തോടെ തന്നെയാണ് ഇപ്പോൾ ആചരിച്ചു വരുന്നത്. ഇന്നലെ രാത്രി വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ള പുരോഹിതർ പ്രധാനമായും ചടങ്ങുകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഈ ചടങ്ങുകളുടെ എല്ലാം തന്നെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തു. ക്രിസ്തു ജീവിക്കുന്ന രക്ഷകനാണെന്നും ക്രിസ്തുവിന്റെ വിജയത്തിന്റെ പാത വിശ്വാസികൾ ഏറ്റുവാങ്ങണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. റാഫേൽ തട്ടിൽ വിശ്വാസികളോടായി ആഹ്വാനം ചെയ്തിരുന്നു. അത്തരത്തിൽ വിവിധ ചടങ്ങുകളും എല്ലാം തന്നെ പ്രധാനമായും മുന്നോട്ട് പോകുന്നു. അസ്വസ്ഥതയും അനൈക്യവും ഉള്ളിടത്ത് സഭ സമാധാനത്തിന്റെ ശൃംഖലയാകണമെന്ന ഒരു സന്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. എറണാകുളം സെന്റ് മേരീസ് പള്ളിയിലടക്കം വിവിധ പള്ളികളിൽ ഇപ്പോഴും ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി വിശ്വാസികളാണ് ഈ ചടങ്ങുകളുടെ എല്ലാം തന്നെ ഭാഗമായി പങ്കെടുക്കുന്നത്. പെസഹ ദിനം മുതൽ ആരംഭിച്ച ഈ ഒരു ചടങ്ങുകൾക്ക് അതിനുശേഷം ദുഃഖവെള്ളി യേശു ക്രിസ്തു കുരിശിലേറിയതിന്റെ ആ
എന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടുള്ള ദുഃഖവെള്ളി ദിനവും അതും കടന്ന് ഇപ്പോൾ ഉയിർപ്പിന്റെ ഈസ്റ്റർ ആഘോഷങ്ങളിൽ തന്നെയാണ് നാടും നഗരവും എല്ലാം തന്നെ ഉള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പള്ളികളിലെത്തി ചടങ്ങുകളിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നുണ്ട്. ഇടവക വികാരിമാർ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പൊതുവായ എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 50ഓളം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ മാത്രം 50ഓളം പള്ളികളിൽ ഇത്തരത്തിൽ ഈസ്റ്റർ ദിന പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ്. ആ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ ചടങ്ങുകളുടെ ഭാഗമായി എത്തുകയും ചെയ്യുന്നുണ്ട്. ക്രൂസിൽ മരിക്കാൻ യേശുവിനെ വിട്ടുകൊടുത്ത ദൈവം വലിയ ഒരു സന്ദേശമാണ് നൽകിയത് എന്ന കാര്യമാണ് ഇവിടെ പള്ളി വികാരി അടക്കം ഒരു സന്ദേശത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചടങ്ങുകൾ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. ജിജീഷ്, ഈ ഈസ്റ്റർ ആഘോഷങ്ങളുടെയൊക്കെ ഒരു പ്രധാന കേന്ദ്രമാണല്ലോ കൊച്ചി. മറ്റു പള്ളികളിൽ എങ്ങനെ? അർദ്ധരാത്രിയിലും ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെ മുതലും പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഉയർപ്പിന്റെ ഒരു ആവിഷ്കാരം എല്ലാം തന്നെ പള്ളികളിൽ പ്രത്യേകമായി തന്നെ സംഘടിപ്പിച്ചിരുന്നു. വിവിധ പള്ളികളിൽ ഇത്തരത്തിൽ ചടങ്ങുകൾ നടന്നു. മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ള ആളുകൾ ഈ ഒരു ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ളവർ ജില്ലയിലെ വിവിധ പള്ളികളിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും വിശ്വാസികളോടായി സന്ദേശങ്ങൾ നൽകുകയും എല്ലാം തന്നെ ചെയ്തു. മാനവരാശിയുടെ നന്മയ്ക്കായി ജന്മമെടുത്ത യേശു ക്രിസ്തുവിന്റെ ഉയിർപ്പ് അത് മഹത്തായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന കാര്യമാണ് അവരെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള മനുഷ്യന്റെ സാഹചര്യങ്ങളെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോകാനുള്ള മനുഷ്യന്റെ ഒരു ശക്തിയെ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രാപ്തരാക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ കുരിശിലേറിയതിന്റെയും പിന്നീട് ഉയർത്തെഴുന്നേറ്റതിന്റെയും എല്ലാം ഓർമ്മകൾ എന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു വാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിറഞ്ഞതായിരുന്നു. അത് പെസഹ വ്യാഴം മുതൽ തുടർന്ന് അങ്ങോട്ട് വിവിധ ചടങ്ങുകൾക്ക് തരത്തിൽ നടക്കുകയും ചെയ്തു. ഉയർപ്പ് വേറെ പ്രത്യാശയുടെ പെരുന്നാളാണ്. തിന്മയുടെ ശക്തികൾ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന നന്മ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന ആ സത്യം മനുഷ്യ രാശിക്ക് മുന്നിൽ, മാനവ രാശിക്ക് മുന്നിൽ പകർന്നു നൽകുന്ന ഒരു സന്ദേശം തന്നെയായിരുന്നു ഈ ഒരു ഈസ്റ്റർ ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ആഘോഷത്തിന്റെ ദിനങ്ങൾ തന്നെയാണ്. കാരണം യേശുദേവൻ എഴുന്നേറ്റിരിക്കുന്നു. എല്ലാ പാപികളെയും അല്ലെങ്കിൽ ആ പാപികളോടും പുറത്തുകൊണ്ട് നന്മയുടെ സന്ദേശം അദ്ദേഹം പ്രദാനം ചെയ്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്നത് തന്നെയാണ് ആ വിശ്വാസ സമൂഹത്തെ വലിയ ആഹ്ലാദ ഭരിതരാക്കുകയും ചെയ്യുന്നത്. ലോകം മുഴുവൻ മരണഭീതിയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരം കാലഘട്ടങ്ങളെ പോലും അതിജീവിക്കാൻ ലോകത്തിന് കഴിഞ്ഞത് എന്ന് പറയുന്നത് ഈ ഒരു വലിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം വിശ്വാസികൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ക്രൂശിൽ മരിക്കാൻ യേശുവിനെ വിട്ടുകൊടുത്ത ദൈവം ജീവന്റെ സമൃദ്ധിയിലേക്ക് ഉയർത്തെഴുന്നേക്കാൻ പര്യാപ്തമാക്കിയതും ആ ഒരു വലിയ സന്ദേശത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പള്ളികളിൽ ചടങ്ങുകൾ, പ്രത്യേകിച്ച് എറണാകുളം സെന്റ് ജോസഫ് ചർച്ച്, ഒപ്പം തന്നെ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, സെന്റ് മേരീസ് ചർച്ച് എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു. ഇന്നലെയും ഉയർപ്പിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. അത് പീഡാനുഭവത്തിന്റെ ഒരു കുരിശുഭരണത്തിന്റെയും എല്ലാം ഓർമ്മകളിൽ നിന്ന് ഉയർപ്പിന്റെ നന്മയിലേക്ക് അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ ആ ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് വിശ്വാസികൾ എത്തുന്നു എന്നത് തന്നെയാണ് ഈ ഈസ്റ്റർ ദിനം ഓർമ്മിപ്പിക്കുന്നത്. കോഴിക്കോട് മദർ ഓഫ് റോ ഗോഡ് കത്തീഡ്രലിൽ നിന്ന് ദിസ്ന കൂടി ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, അവിടെ എങ്ങനെ ഈസ്റ്റർ ആഘോഷം?
തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകളൊക്കെ തന്നെയും നടത്തിയിരുന്നത്. അതിൽ പ്രധാനമായും വർഗീസ് ചക്കാലക്കൽ നൽകിയ ഈസ്റ്റർ സന്ദേശം എന്ന് പറയുന്നത് മരണത്തിനപ്പുറം ജീവനുണ്ട് എന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് അദ്ദേഹം ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ദുഃഖ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതാണ് യേശുവിന്റെ പുനരുദ്ധാനം. മരണത്തെ കീഴടക്കി യേശു ഉയർത്തെഴുന്നേറ്റിന്റെ ആഹ്ലാദവുമായി ഈ ദിനം ദേവാലയങ്ങളിൽ വലിയ രീതിയിലുള്ള ശുശ്രൂഷകൾ, ദിവ്യബലി, കുർബാന എന്നിവയൊക്കെ നടക്കുന്നുണ്ട്. ഇനി 7:30 ഇവിടെ മറ്റു ചടങ്ങുകൾ നടക്കുക. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സുദിനമായാണ് വിശ്വാസികൾ ഈ ദിനത്തെ കാണുന്നത്. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം കൂടിയാണ്. നമുക്കറിയാം, ദുഃഖവെള്ളി കഴിഞ്ഞുള്ള ഞായറാണ് ഈസ്റ്റർ ദിനമായി ആഘോഷിക്കുന്നത്. എന്തായാലും വലിയ തിരക്കു തന്നെയാണ് ദേവാലയത്തിൽ അനുഭവപ്പെട്ടിരുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈസ്റ്റർ ദിന സന്ദേശവും ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നൽകിയിരുന്നു. ഇന്നിനി 7:30 മറ്റ് ചടങ്ങുകൾ ഉള്ളത്. വലിയ രീതിയിൽ ആളുകൾ ഇവിടെ വന്ന് കുർബാന സ്വീകരിച്ച് മടങ്ങുന്നുണ്ട്. കൃഷ്ണരാജ്, ഏതായാലും കേരളത്തിലുടനീളം ഈസ്റ്റർ ആഘോഷം തകൃതിയിലാണ്. വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉയിർപ്പിൻ്റെ പ്രത്യാശ അത് പകരുന്ന ഒരു വലിയ സന്ദേശമാണ് ഈസ്റ്റർ ദിനത്തിൽ രൂപപ്പെടുന്നത്. ഏതായാലും ഈസ്റ്റർ ദിന ആഘോഷ നിറവിലാണ് വിശ്വാസികൾ എല്ലാവരും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതിലേക്ക് വരാം. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലെ പുത്തൻപള്ളിയിൽ ഈസ്റ്റർ ആഘോഷ ചടങ്ങിൽ ഈസ്റ്റർ ദിനത്തിൽ എത്തിയിരുന്നു. തൃശ്ശൂർ ഒല്ലൂർ മേരി മാതാ പള്ളിയിലെ കുർബാനയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. തത്സമയം നോക്കാം. തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു, നേരത്തെ തന്നെ സുരേഷ് ഗോപി അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ കുർബാന പുരോഗമിക്കുന്നു അല്ലേ? ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ ദേവാലയങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം എത്തിയത് തൃശ്ശൂരിലെ മേരിമാത ബസലിക്ക പള്ളിയിലായിരുന്നു. അവിടെ പുരോഹിതർ ചേർന്ന് സുരേഷ് ഗോപിനെ സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിച്ചു. തുടർന്ന് സാധാരണക്കാരനായ ഒരു വിശ്വാസിനെ പോലെ കുർബാന ചടങ്ങുകളിലടക്കം പങ്കെടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ചടങ്ങുകൾ തീർന്നതിന് ശേഷമാണ് ആ പള്ളിയിൽ നിന്നും സുരേഷ് ഗോപി ഇറങ്ങിയത്. ഇപ്പോൾ മറ്റൊരു പള്ളിയിൽ, അതായത് ഉള്ളൂർ മേരിമാത പള്ളിയിൽ സുരേഷ് ഗോപി കുർബാന ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ ആർച്ച് ബിഷപ്പിനെ കാണുന്നതിന് വേണ്ടി പോകുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം വിശ്വാസികൾക്ക് ഈസ്റ്റർ സന്ദേശവും നൽകിയതിനു ശേഷമാണ് സുരേഷ് ഗോപി പള്ളികളിൽ നിന്നും അതേപോലെ മടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനുശേഷം അദ്ദേഹം ആർച്ച് ബിഷപ്പിനെ കണ്ട് ഈസ്റ്റർ സന്ദേശം കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദിനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ഒല്ലൂർ മേരി മാതാ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്. വിവിധ പള്ളികളിൽ നിന്നൊപ്പം ചേർന്ന് ദിസ്ന സുരേഷ്, ജിജീഷ് കർണാകൻ, രശ്മി കാർത്തിക എന്നിവരാണ്.